വിജയം 100% വിജയിക്കും. അത് AK തന്നെ വിജയിക്കും. മുസ്ലിം ലീഗ്. സുരേന്ദ്രൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ജയം 100% ഉറപ്പാണ്. അപ്പോൾ BJPയുടെ ഒരു ശക്തി പ്രശ്നം ഉണ്ടാവും. അത് ഉറക്കിൽ കിനാവ് കണ്ടാൽ മതി, സ്വപ്നം കണ്ടാൽ മതി. അത് ഇവിടെ മഞ്ചേശ്വരം പക്ക മുസ്ലിം ലീഗിന് തന്നെ. അതിൽ ഏതൊരു മാറ്റം ഉണ്ടാവില്ല, ഷുവറായിട്ട്. മഞ്ചേശ്വരത്തെ UDFൻ്റെ വിജയസാധ്യത തീർച്ചയായും 100% AK മസ്റഫാണ് വിജയിക്കുന്നത്. ഇപ്പോൾ സുരേന്ദ്രൻ വളരെ ശക്തമായ ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്. BJP എല്ലാ തയ്യാറെടുപ്പും നടക്കുകയാണ്. ഒരുപാട് സ്ഥാനാർത്ഥികൾ വെച്ചിട്ടുണ്ട്. സുരേന്ദ്ര സമാനമായ പേരുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ ബാധിക്കും സെലക്ഷന്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഈ 5 വർഷത്തിന് ഇപ്പോഴാണ് എടുത്തേക്ക് വരുന്നത്. AK സാഹിസം പറയുന്ന 5 വർഷത്തിൽ നല്ലൊരു വികസനം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതായതുകൊണ്ട് തീർച്ചയായിട്ടും UDF ജയിക്കും. അപ്പോൾ UDF ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ 100% UDF വരുള്ളൂ. അത് ഗ്യാരണ്ടിയാണ്. കേരളത്തിൽ ഇവിടെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ BJP വരാൻ വിടില്ല. ഞാൻ വിടില്ല. അത് എങ്ങനെയായാലും ഇപ്പോൾ CPM ലാസ്റ്റ് മൊമെൻറ്റ് അത് UDF തന്നെ ഇടും. ഇവിടുത്തെ ഹിസ്റ്ററി അങ്ങനെ ഇത് കുറച്ച് കാലത്ത് പിന്നെ അത് ഞങ്ങൾ വിടുവില്ല. അത് ഇവിടുത്തെ MLA അങ്ങനെ നമ്പർ 1 MLA എല്ലാ ഇതിലും സഹകരിച്ചുകൊണ്ട് നല്ലൊരു MLA ആണ്. നല്ല ഭരണമാണ് ലാസ്റ്റ് ടൈമിൽ. SDP ആയിട്ടുള്ള പ്രശ്നങ്ങൾ ബാധിക്കും. ഒരു ബാധ്യതയില്ല, ഒന്നും ബാധിക്കില്ല. മഞ്ചേശ്വരത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയാൽ UDF ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും മറ്റേ PDPയും മറ്റുള്ള പാർട്ടിക്കാരൊക്കെ സപ്പോർട്ടിങ് കൊടുക്കുന്നത് UDFക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കഴിഞ്ഞ തവണ എല്ലാം ജയിച്ചത് UDF ആയതുകൊണ്ട് പിന്നെ UDFന് സാധ്യത ഉള്ളത്. പിന്നെ ഇവിടെ ഫൈറ്റ് ഉള്ളത് BJPയും UDF ആയിട്ടുമാണ്. പക്ഷേ ശരിക്കും UDF ഇവിടെ ജയിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. കൊറോണ ടൈമിൽ സുരേന്ദ്രൻ ഈ ഇലക്ഷൻ്റെ ടൈമിൽ സുരേന്ദ്രനായിട്ട് വരും അല്ലാതെ കണ്ട് ബാക്കി ഏത് ടൈമിലും സുരേന്ദ്രനെ ഇവിടെ കാണാനില്ല. ഈ AK മസ്റഫ് ഈ നാട്ടുകാരായതുകൊണ്ട് പറയുന്നല്ല, ഈ നാട്ടിൻ്റെ അരറ്റുള്ള ആൾ ഏതോ ഒരു ഇഷ്യൂവിന് 90% ആൾ എത്തുന്നു. എന്തും പറഞ്ഞ് വികസനം 100% ആക്കില്ലെങ്കിലും 60%ഓളം അവരെ ഇപ്പോൾ അവർക്കൊരു ബാധ്യസ്ഥ ഉണ്ടല്ലോ, അതെല്ലാം അവൻ ചെയ്യുന്നു.